ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാക്കാണല്ലോ അല്ലേ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് ഷോപ്പിങ്ങിന് പോവാണ്. അതും കൊച്ചിയിലെ മേത്തർ ബസാറിൽ. ഈ 7-ാം തീയതി റൈറ്റ് ബോർഡിൽ ക്രിസ്മസ് ആഘോഷമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മേത്തർ ബസാറിൽ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കളറാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഈ മേത്തർ ബസാറിലോട്ട് വരാൻ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ജീഷയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്, എടോ താൻ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നേരെ മേത്തർ ബസാറിലോട്ട് ഇട്ടു, അവിടെ ഉള്ളത്ര കളക്ഷൻസ് ഒന്നും ഇല്ലയെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു കവാടത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഒരു നമ്മൾ വിചാരിക്കുമോ ആകെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. പക്ഷേ എൻ്റെ പൊന്നോ, അതിൻ്റെ അകത്തോട്ടൊന്ന് കയറണം. കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരുമാതിരി ആലിസ് ഇൻ വണ്ടർലാൻഡിൽ ചെന്ന പോലെയാണ് അതിൻ്റെ ഒരു അകത്തുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്തുമാത്രം കളക്ഷൻസാണെന്ന് അറിയാമോ. ഇങ്ങനെ കൊതി തോന്നിപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി നിന്നു. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസാണ് മേത്തർ ബസാറിലുള്ളത്. ഇപ്പം ക്രിസ്മസ് പപ്പയുടെ ഇതൊക്കെയാണെങ്കിലും കളിപ്പാട്ടങ്ങളാണെങ്കിലും എന്തോരം വെറൈറ്റി ഉണ്ടെന്നറിയോ. പല തരത്തിലുള്ള ക്രിസ്മസ് പപ്പയുണ്ട്. എന്താ കുഴലൂതുന്നതുണ്ട്, ഗിഫ്റ്റ് കൊണ്ട് വരുന്നതുണ്ട്, പിന്നെ അല്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റി. പിന്നെ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ടിങ്ങനെ കണ്ണ് മഞ്ഞളിച്ചിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും കുഞ്ഞും കൂടെ ഇതുപോലെ കാനഡയിൽ ഡോളറമ എന്ന് പറഞ്ഞൊരു കടയിൽ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അതിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ 3000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ $35 സാധനങ്ങൾ എന്തോ ആയിരുന്നു വാങ്ങിച്ചത്. അതാകെ ഒരു 10 കൂടിപ്പോയൊരു 5-6 സാധനങ്ങളുണ്ടായിരുന്നു കിട്ടിയത്. പക്ഷേ ഇത് നമ്മൾ ഏകദേശം ഒരു 4000-4500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. എന്തോരം സാധനങ്ങളുണ്ടെന്നറിയോ. ഈ പുൽക്കൂടിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് 350 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. 350 രൂപയ്ക്ക് ഇവിടെ അരൂര് ഒന്നും കിട്ടത്തൊന്നുമില്ല. അരൂരൊക്കെ നല്ല വിലയാണ് പുൽക്കൂടൊക്കെ ആകുമ്പോഴത്തേക്കും. രൂപങ്ങളൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് 750 രൂപയ്ക്ക് കിട്ടി, അതും പുതിയ ടൈപ്പ് സാധനങ്ങൾ. അങ്ങനെ ഭയങ്കര കളക്ഷൻസാണ്. ഒരു ക്രിസ്മസിൻ്റെ വൈബ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മേത്തർ ബസാറാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം കൊച്ചിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും സജസ്റ്റ് ചെയ്യാനില്ല, നേരെ മേത്തർ ബസാറിലോട്ട് വിട്ടു. ഭയങ്കര ലാഭമാണ്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് നിന്നിട്ട് പോലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ കൊച്ചിയുടെ ഒരു ക്രിസ്മസിൻ്റെ ഓളം കാണണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മേത്തർ ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണുന്നുണ്ടോ. ബൈ ബൈ.